ഗൈസ്, ഇന്ത്യൻ ഫുട്ബോളിലെ ട്രാൻസ്ഫർ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അത് നമ്മൾ ഓൾറെഡി ഇന്ന് സംസാരിച്ചൊരു വീഡിയോ മക്ലാറിൻ്റെ ആയിരുന്നു. അതൊരു ISL തന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ സൈനിങ് ആണ് എന്നുള്ളത് സംസാരിച്ചിരുന്നു. എന്താണെങ്കിലും അടുത്തത് ഹാവി ഹെർണാണ്ടസ് ടു ജംഷഡ്പൂർ FC എന്നുള്ളതാണ്. ഞാൻ മുമ്പൊക്കെ ഒരു വീഡിയോ ചെയ്തും പറഞ്ഞിരുന്നു, ജംഷഡ്പൂർ FCയുടെ ഒരു സൈനിങ്സ് ഒന്നും അങ്ങനെ ഒരു വലിയ ലെവലിലേക്ക് വരുന്നില്ല, പ്രത്യേകിച്ച് വിദേശ താരങ്ങളെ ആരും എടുക്കുമ്പോൾ. ഇപ്പോൾ സിവേറി ആണെങ്കിലും മൊറ ആണെങ്കിലും ഒക്കെയാണ് ഫോർവേഡിലുള്ളത്. അത് ഇൻ പേപ്പറിലൊന്നും നോക്കുമ്പോൾ അവരുടെ ISL എക്സ്പീരിയൻസ്ഡ് ആണ്. ISL റെക്കോർഡൊക്കെ നോക്കുമ്പോൾ അത്ര ഒരു ഹൈ എന്ന് നമുക്ക് അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, ഒരു ആവറേജ് സ്റ്റാറ്റ് എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഹാവി ഹെർണാണ്ടസിൻ്റെ ഒരു കാര്യത്തിലേക്ക് ജംഷഡ്പൂർ എത്തുന്ന സമയത്ത് ഇതൊരു ഗുഡ് സൈനിങ് എന്ന നിലയിൽ തന്നെ വിലയിരുത്താമെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ISL കഴിഞ്ഞൊരു 5 വർഷമായിട്ട് കളിക്കുന്ന 100ഓളം മത്സരങ്ങൾ ISL മാത്രം കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ത്യൻ ഫുട്ബോളിൽ അതിനേക്കാൾ മുകളിൽ മാച്ച് കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ISL നോക്കിക്കഴിഞ്ഞാൽ 21 ഗോൾ 17 അസിസ്റ്റ് എന്നൊക്കെയുള്ള നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം അദ്ദേഹം ATK MB, ഒഡീഷ FC, അതുപോലെ തന്നെ ബംഗളൂരു FCയിലാണ് കഴിഞ്ഞ സീസൺ അല്ലെങ്കിൽ കഴിഞ്ഞ 2 സീസണുകളായിട്ട് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗളൂരു FCയിൽ അദ്ദേഹത്തിന് നല്ലൊരു പെർഫോമൻസ് തന്നെ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു മെയിനായിട്ട് പറഞ്ഞാൽ ഒരു നമ്പർ 10 ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോൾ കളിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ഒരു ലോങ് റേഞ്ച് ഗോൾസ്, അതുപോലെ സെറ്റ് പീസ് ടേക്കിംഗ്, അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ, അതൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഉറപ്പായിട്ടും ജംഷഡ്പൂരിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അഡീഷൻ ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ പേപ്പർ വർക്ക്സ് കൂടിയൊക്കെയാണ് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അതും കൂടി കഴിഞ്ഞാൽ ഒഫീഷ്യൽ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ പ്രതീക്ഷ ചെയ്ത് മാർക്കസൊക്കെയാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു ഒരു കാര്യമാണ്, ബംഗളൂരു FCയെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2 ഇന്ത്യൻ താരങ്ങൾ ഓഫ്ലോഡ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. മറ്റാരും അല്ല, ജസൽ കാർണേരോ ആൻഡ് ഹാളിച്ചർ നർസറി. ജസൽ കഴിഞ്ഞ വർഷമാണ് KBCയിൽ നിന്ന് ഒരു മൾട്ടിപ്ലിയർ കോൺട്രാക്റ്റിൽ പോയത്. ഹാളിച്ചറിനും പറഞ്ഞൊരു മൾട്ടിപ്ലിയർ കോൺട്രാക്റ്റിലാണ് എത്തുന്നത്. അപ്പം ഇവർ രണ്ടുപേരും അത്രമേലൊരു പെർഫോമൻസ് കഴിഞ്ഞ സീസണിൽ കൊടുത്തിട്ടില്ല. അതിൻ്റെ ഹാളിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അദ്ദേഹം കുറച്ച് ഇഞ്ചോർഡൊക്കെ ആയിരുന്നു. ജസലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയില്ല, കുറച്ച് ഏജ്ഡ് ആയി കഴിഞ്ഞു. അപ്പം ജസലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേറെ ക്ലബ്സ് കിട്ടുമോ എന്നുള്ളതൊക്കെ നോക്കി കാണണം. കാരണം ഒരു 34 ഒക്കെ ആകാൻ പോകുന്നു തോന്നുന്നു. അപ്പം ഹാളിച്ചർ നർസറി ആണെങ്കിൽ നമുക്കറിയാം നല്ല വർക്ക് റേറ്റ് ഒക്കെ കൊടുക്കുന്ന പ്ലെയറാണ്, ഒരു നല്ല വിങ്ങറാണ്, കുറേ നാൾ നാഷണൽ ടീമിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണെങ്കിലും ക്ലബ്സുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. നല്ലൊരു ലെഫ്റ്റ് വിങ്ങറാണ്. നമുക്ക് ഹൈദരാബാദ് FC കളിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് ഇടയായത് അണ്ടർ മനോല. ഇനിയിപ്പം മനോലയുടെ ക്ലബ്ബിലേക്ക് തന്നെ പോകുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടതാണ്. ഇനി സുപ്രദീപ് ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഫ്രം റിലയൻസ് അക്കാഡമി മുംബൈ സിറ്റി FC സ്വന്തമാക്കുകയാണ്. കൊൽക്കത്തക്കാരനാണ്. ഞാൻ മുമ്പ് അലൻ സജിയുടെ ഒരു വീഡിയോ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ജപ്പാനിലൊരു ക്ലബ്ബിൽ ഒരു സ്കൗട്ടിങ് അവിടെ വിളിച്ചു, മീൻസ് ട്രയൽസിന് വിളിച്ചു എന്നുള്ളത്. അപ്പം അന്ന് അലൻ സജിക്കൊപ്പം പോയിട്ടുള്ള മറ്റൊരു പ്ലെയർ കൂടിയാണ് ഈ ഒരു സുപ്രദീപ് ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള പ്ലെയർ. കൊൽക്കത്തയിൽ നിന്നുള്ള പ്ലെയറാണ്, 19 വയസ്സേ ഉള്ളൂ. ഇപ്പം റിലയൻസിന് വേണ്ടി ഇപ്പം കഴിഞ്ഞ RFDL അല്ലെങ്കിൽ മുംബൈ ലീഗ് അക്കാഡമി 44 മാച്ചസിൽ 19 ഗോളും 9 അസിസ്റ്റുമാണ്. അതൊരു ഗുഡ് നമ്പർ തന്നെയാണ്. മുംബൈ സിറ്റി FCയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പം റാൻഡൻ ആയിരിക്കാം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ സാധ്യത. അപ്പം ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്, കാരണം അത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്ലെയർ തന്നെയാണെന്ന് നമുക്ക് സംശയം പറയാം. അതുപോലെ വിദ്യാസാഗർ സിംഗ്, നമുക്കറിയാലോ I League 2021 സീസണിലൊക്കെ ഗോൾഡൻ ബൂട്ട് വരെ വിൻ ചെയ്ത പ്ലെയറാണ്. പിന്നീട് BFCയിലെത്തി KBCയിലെത്തിയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാണ്ട് പോയിട്ടുള്ളൊരു പ്ലെയറാണ്. എന്താണെങ്കിലും അദ്ദേഹം ഇപ്പോൾ I Leagueലേക്ക് തിരിച്ചു വരികയാണ്. ഇന്റർ കാഷി ഒരു നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത്. I Leagueൽ ഇപ്പം ISLലേക്ക് അടുത്ത വർഷം വരാൻ സാധ്യതയുള്ള ഒരു ഫൈറ്റ് ചെയ്യുന്നൊരു ക്ലബ്ബ് എന്ന നിലയിൽ തന്നെ പറയപ്പെടുന്ന ടീമാണ് ഇന്റർ കാഷി. അപ്പം അവിടേക്ക് എത്തുന്നു. അദ്ദേഹത്തിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ, കാരണം ആ ഒരു ഗോൾ അടിക്കാനുള്ള ഇൻസ്റ്റിൻ്റ് ഉണ്ട്. പിന്നീട് ബെഞ്ചിലായി പോയി, അതൊക്കെ ഒന്ന് ഡിമ്മായതാണ്. എന്താണെങ്കിലും മുന്നോട്ട് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. സോ അത് അദ്ദേഹത്തിന് ഇന്റർ കാഷിലൂടെ സാധിക്കട്ടെ എന്ന് ഉറപ്പായിട്ടും ആഗ്രഹിക്കുകയാണ് അവസാനം ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ കൂടി. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റും. സനിയ.